ശിവ PSC പവർ പോയിൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. മറ്റ് രണ്ട് ക്ലാസ്സുകൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പ്ലേലിസ്റ്റിൽ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. ക്ലാസ്സുകളുടെ നോട്ടുകൾക്കായി ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാ നോട്ട്സുകൾ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ സൂററ്റ് പിളർപ്പ്, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ, ഹോം റൂൾ പ്രസ്ഥാനം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അതിനാദ്യം നമുക്ക് ബംഗാൾ വിഭജനം അതിനെക്കുറിച്ച് നോക്കാം. അതായത് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യവുമായി 1905 ജൂലൈ 20 ജനകീയ പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. അതിന് ഈ ബംഗാൾ വിഭജനം നടക്കുന്നതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ബംഗാൾ ഒരു വലിയ പ്രവശ്യയാണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബംഗാൾ വിഭജനം വേണമെന്ന് കഴ്സൺ ഉന്നയിച്ചത്. എന്നാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രവശ്യയ്ക്ക് രൂപം നൽകുകയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ ബംഗാളിനെ ഇല്ലാതാക്കുകയുമായിരുന്നു ഈ ബംഗാൾ വിഭജനത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. 1905 ഒക്ടോബർ 16 മിൻറ്റോ പ്രഭുവിൻ്റെ സമയത്താണ് ഈ ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയത്. വർഷമേതാണ് 1905 ഒക്ടോബർ 16. ആരായിരുന്നു? മിൻറ്റോ പ്രഭുവിൻ്റെ സമയത്ത്. മിൻറ്റോ പ്രഭുവിൻ്റെ ആ സമയത്തായിരുന്നു ഈ ബംഗാൾ വിഭജനം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയത്. ഇത് ജനങ്ങളുടെ സംഘടിത ശക്തിയിൽ പരാജിതരായി 1911 ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. അപ്പോൾ ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയപ്പോൾ മിൻറ്റോ പ്രഭുവാണ്. ഈ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനാണ് എന്നാണ് 1911. ബംഗാൾ വിഭജനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും വർഗീയ ശക്തികളുടെ ഉദയത്തിനും വഴിതെളിക്കുകയാണ് ഉണ്ടായത്. വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ഉദാഹരണമാണ് ഈ ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനവും വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും ബംഗാൾ വിഭജനത്തിൻ്റെ സൃഷ്ടികളായിരുന്നു. അതുപോലെ തന്നെ 1905 ഒക്ടോബർ 16 രാഖി ബന്ധൻ കേട്ടിട്ടില്ലേ? രാഖി ബന്ധൻ, അതായത് ബംഗാളി വംശക്കാരുടെ ഐക്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1905 ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കണമെന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? രവീന്ദ്രനാഥ ടാഗോറാണ് അഭിപ്രായപ്പെട്ടത്. എന്നാണ് 1905 ഒക്ടോബർ 16 അതായത് ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിച്ചു. അത് ആചരിക്കണം എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബംഗാൾ വിഭജനം നടത്താനുള്ള തീരുമാനമെടുത്തത് കഴ്സൺ പ്രഭുവാണ്. പക്ഷേ ഈ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് മിൻറ്റോ പ്രഭു രണ്ടാമനാണ്. അത് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് 1905 ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച അമർ ഷോണാർ ബാംഗ്ല എന്ന ദേശഭക്തി ഗാനം പിന്നീട് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബംഗാൾ വിഭജനം എന്നാണ് 1905. ഇത്രയും കാര്യങ്ങളാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ. ഇനി അടുത്തത് സ്വദേശി പ്രസ്ഥാനം. അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന ദിവസം അതെന്നായിരുന്നു? 1905 ഒക്ടോബർ 16 ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചു. ഈ 1905 ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭമാണ് ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. വിദേശ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനും തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ഈ പ്രക്ഷോഭത്തിലൂടെ ആഹ്വാനം ചെയ്തു.
സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ പ്രക്ഷോഭകാരികൾ പ്രോത്സാഹിപ്പിച്ചു. തൽഫലമായി കൊൽക്കത്ത പോട്ടറീസ്, ബംഗാൾ കെമിക്കൽസ്, ബംഗാൾ ലക്ഷ്മി കോട്ടൺ മിൽ എന്നിവ രൂപം കൊണ്ടു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ രക്ഷാബന്ധൻ എന്ന പരിപാടിയുടെ നിരീക്ഷകനാക്കി. അതായത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സാഹോദര്യം വളർത്തുക. അതാണ് ഈ രക്ഷാബന്ധൻ എന്ന ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൻ്റെ നിരീക്ഷകനാക്കിയത് രവീന്ദ്രനാഥ് ടാഗോറിനെയാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായി കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞു. ഇതാണ് 1907 സൂററ്റ് പിളർപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സൂററ്റ് പിളർപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായാണ് ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായാണ് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞത്. തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്, അരവിന്ദ ഘോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദേശ വസ്ത്രബഹിഷ്കരണം, സ്വദേശി വിദ്യാഭ്യാസ പ്രസ്ഥാനം മുതലായ പരിപാടികൾ നടപ്പിലാക്കി. ഇത്രയാണ് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് മുസ്ലിം ലീഗ് എന്നാണ്. 1906 മുസ്ലിം ലീഗിനെ കുറിച്ചാണ് നോക്കുന്നത്. 1906 ഡിസംബർ 30 ധാക്കയിലാണ് മുസ്ലിം ലീഗ് പിറവിയെടുത്തത്. ഇതിൻ്റെ ആദ്യകാല ആസ്ഥാനം എന്ന് പറയുന്നത് ലക്നൗ ആയിരുന്നു. സർ ആഘാ ഖാനും നവാബ് സർ ഖ്വാജ സലിമുള്ളയും മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികളാണ്. വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭു മുസ്ലിങ്ങളെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുക്കാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി രൂപവൽകൃതമായ സംഘടനയാണ് ഈ മുസ്ലിം ലീഗ്. 1913 സ്വയംഭരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ 1916 ലക്നൗ ഉടമ്പടി പ്രകാരം മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതാണ് 1916 ലക്നൗ ഉടമ്പടി പ്രകാരമാണ് മുസ്ലിം ലീഗ് കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. മുഹമ്മദ് ഇക്ബാലാണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന് മുസ്ലിം ലീഗിൻ്റെ 1930 അലഹബാദ് സമ്മേളനത്തിൽ വെച്ച് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ 1940 ലാഹോർ സമ്മേളനത്തിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇതാണ് പാകിസ്ഥാൻ പ്രമേയം എന്നറിയപ്പെടുന്നത്. 1943 കറാച്ചി സമ്മേളനത്തിൽ വെച്ച് മുസ്ലിം ലീഗ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന നയം പാസാക്കി. 1946 ആഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരത്തിലെത്തിയ 1946 സെപ്റ്റംബർ 2 വിലാപ ദിനമായും മുസ്ലിം ലീഗ് ആചരിച്ചു. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർ ആഘാ ഖാനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് സർ സുൽത്താൻ മുഹമ്മദ് ഷാ ആഘാ ഖാൻ മൂന്നാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് സർ ആഘാ ഖാൻ. അപ്പോൾ അത്രയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സൂററ്റ് പിളർപ്പ് എന്നാണ്. 1907 1905 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസിഡന്റായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനത്തെ പരസ്യമായി എതിർക്കുകയും സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. വിഭജന വിരുദ്ധ തീരുമാനം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ വ്യക്തമായ പിളർപ്പ് സൃഷ്ടിച്ചു. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു തീവ്രവാദി വിഭാഗത്തിലെ നേതാക്കൾ. ഇതിൽ നമ്മൾ ഈ തീവ്രവാദി വിഭാഗത്തിലെ നേതാക്കന്മാരായ ബാലഗംഗാധര തിലകിനെയും ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ഇവരെയൊക്കെ ഓർക്കാനായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഓർത്തിരിക്കുന്ന പേര്? ലാൽ പാൽ ബാൽ അല്ലേ? ലാൽ എന്ന് പറയുമ്പോൾ ലാല ലജ്പത് റായ്, പാൽ എന്ന് പറയുമ്പോൾ ബിപിൻ ചന്ദ്രപാൽ, ബാൽ എന്ന് പറയുമ്പോൾ ബാലഗംഗാധര തിലക്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു കോഡ് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കുക. ലാൽ പാൽ ബാൽ അതൊക്കെയാണ് ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ സ്വരാജ് ആത്യന്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വദേശി ബഹിഷ്കരണം,
ദേശീയ വിദ്യാഭ്യാസം എന്നീ പരിപാടികളിൽ അധിഷ്ഠിതമായ ഒരു പ്രക്ഷോഭമാണ് നയിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിക്കേണ്ട സമര രീതിയെപ്പറ്റിയായിരുന്നു അവരുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മിതവാദികൾ വ്യവസ്ഥാപിത മാർഗങ്ങളിൽ കൂടി ക്രമേണ സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണങ്ങൾ സാധ്യമാക്കുക എന്ന നയമാണ് ഇവർ പിന്തുടർന്നത്. 1907 സൂററ്റിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നു. ഏതിലായിരുന്നു? 1907 സൂററ്റിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഈ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നത്. അതിനുശേഷം 1916 ലക്നൗ സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു. ഇതിൽ 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അതിലാണ് ഈ 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നത്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ്. ഇനി ഇതുവരെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ച ഏതിലായിരുന്നു? 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് AC മജൂംദാർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സൂററ്റ് പിളർപ്പ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. അത് 1909. നമ്മൾ വർഷങ്ങളിങ്ങനെ ഓർഡർ ചെയ്താണ് ഓരോ സംഭവങ്ങൾ പഠിക്കുന്നത് കേട്ടോ. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. 1909 അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭുവിൻ്റെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ തലവനായിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ പരിഷ്കരിച്ച രൂപമാണിത്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളിലൂടെയാണ്. ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ വഴി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനും ഇന്ത്യ കൗൺസിലിൽ 2 ഇന്ത്യക്കാരും നിയമിക്കപ്പെട്ടു. സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളാണ്. ഈ നടപടി ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്കിടയിൽ എതിർപ്പുളവാക്കുന്നതിന് കാരണമായി. അവർ ഇതിനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യമാണെന്നാണ് വിലയിരുത്തിയത്. ഇതാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഹോം റൂൾ പ്രസ്ഥാനം. അത് 1916 ആണ് ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയം ഭരണം നടത്തുക എന്നതാണ്. ഇതാണ് ഹോം റൂളിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വയം ഭരണം നടത്തുക. അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നും ഇന്ത്യക്കാർ സ്വീകരിച്ച പദമാണ് ഈ ഹോം റൂൾ എന്ന് പറയുന്നത്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗം നേതൃത്വം നൽകിയ ഹോം റൂൾ പ്രസ്ഥാനം 1916 ഇന്ത്യയിൽ സ്ഥാപിതമായത്. 1916 ഇന്ത്യയിൽ 2 ഹോം റൂൾ ലീഗുകൾ സ്ഥാപിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? 1916 ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ച് ബാലഗംഗാധര തിലകും, 1916 സെപ്റ്റംബറിൽ ചെന്നൈക്കടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ആനി ബെസന്റും ഹോം റൂൾ പ്രസ്ഥാനത്ത് തുടക്കം കുറിച്ചു. അങ്ങനെ 2 ഈ ഹോം റൂൾ ലീഗുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. മോത്തിലാൽ നെഹ്റു, CR ദാസ് എന്നിവരും പിന്നീട് ഹോം റൂൾ ലീഗിൻ്റെ മുദ്രാവാക്യം ഉയർത്തി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്കുകളാണിത്. ഈ പ്രസ്ഥാനവും ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്നതായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. മിതവാദികളെയും തീവ്രവാദികളെയും ഒന്നിപ്പിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചു. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും യോജിപ്പിച്ച ലക്നൗ കരാറിന് വേദിയൊരുക്കിയത് ഈ ഹോം റൂൾ ലീഗായിരുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചതും ഈ ഹോം റൂൾ പ്രസ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇതാണ് ഹോം റൂൾ പ്രസ്ഥാനം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം എന്താണ് ഈ വർഷങ്ങൾ ഇങ്ങനെ മുറയ്ക്കാണ് ഉള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. അപ്പം തുടർച്ചയായി തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. കാരണം ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും വ്യക്തമായി മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സുകളെല്ലാം മുറയ്ക്ക് തന്നെ കാണുക. നോട്ട്സുകൾക്കായിട്ട് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.